നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ഇത്തവണത്തെ വേൾഡ് കപ്പ് T20 മത്സരങ്ങൾക്കുള്ള ടീമിലെ പ്രധാന ഓപ്പണറായി തന്നെ സ്ഥാനം പിടിച്ചു. നിങ്ങളെപ്പോലെ തന്നെ ഒരുപക്ഷെ നിങ്ങളെക്കാളേറെ മനസ്സിൽ സന്തോഷം നിറയുകയാണ്. എല്ലാ കാലത്തും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയായിരുന്നു സഞ്ജു സാംസന്റെ ക്രിക്കറ്റ് ജീവിതം. കാലത്തിന്റെ കാവ്യനീതി എന്നതുപോലെയായിരുന്നു ഗില്ലിന്റെ പുറത്താവലും സഞ്ജുവിന്റെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ അവസാന മത്സരത്തിലെ ബാറ്റിംഗും, ഒപ്പം T20 വേൾഡ് കപ്പ് സ്ക്വാഡിലെ സ്ഥാനമുറപ്പിക്കലും. സഞ്ജു തന്നെ പങ്കുവച്ച വാക്കുകൾ കടമെടുക്കാം. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മായുകില്ല കട്ടായം. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ ലോകകപ്പ് നമ്മൾ മലയാളികൾക്ക് സ്പെഷ്യലായി ആഘോഷിക്കാനുള്ള ഒന്നാണ്. ഇന്ത്യയുടെ എല്ലാ വിശ്വകിരീടങ്ങളിലും ഒരു മലയാളി സ്വാധീനമുണ്ടായിരുന്നു എന്നത് ചിലപ്പോൾ യാദൃശ്ചികമായിരിക്കാം. പക്ഷേ അന്നൊന്നും മലയാളികൾ ആരും തന്നെ ഒരു കീ റോളിലായിരുന്നില്ല ആ ടീമുകളിൽ കളിച്ചത്. പക്ഷേ സഞ്ജു ഇത്തവണത്തെ ആദ്യ 11-ൽ തന്നെ ഉണ്ടാവും. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം വെടിക്കെട്ട് ബാറ്റിങ്ങിന്റെ വിരുന്ന് സമ്മാനിക്കാൻ അയാൾക്ക് കഴിയട്ടെ. സഞ്ജുവിനെ പുറത്തിരുത്തിയപ്പോഴൊക്കെ, അവഗണിച്ചപ്പോഴൊക്കെ നമ്മൾ മലയാളികൾ കൂടെ നിൽക്കാൻ കാണിച്ച ആർജവം അവർണ്ണനീയമാണ്. ഈ വിശ്വകിരീടം തേടിയുള്ള യാത്രയിൽ ആദ്യ 15-ൽ നിന്നും പുറത്തായത് ശുഭ്മാൻ ഗില്ലും ജിതേഷ് ശർമ്മയുമാണ്. റൺ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന രാജകുമാറിന്റെ പതനം അനിവാര്യമായിരുന്നെങ്കിലും രണ്ടാം വിക്കറ്റ് കീപ്പർ ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആയിരിക്കണം എന്നതുകൊണ്ട് തന്നെ ജിതേഷിന് സ്ഥാനം നഷ്ടമായി. കാരണം സഞ്ജുവിനെ പ്രധാന ഓപ്പണറായി പരിഗണിക്കുമ്പോൾ രണ്ടാം വിക്കറ്റ് കീപ്പറായി തിരഞ്ഞെടുക്കപ്പെടുന്നയാൾ സ്വാഭാവികമായും ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആവാനാണ് സാധ്യത. ആ നറുക്ക് അതുകൊണ്ട് തന്നെ ഇഷാൻ കിഷനിലെത്തി. ആഭ്യന്തര T20യിലെ പ്രകടനം കൂടി അദ്ദേഹത്തിന് മുതൽക്കൂട്ടായി. അതുകൂടാതെ ഇന്ത്യയിൽ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന വിരലിലെണ്ണാവുന്ന പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ കൂടിയാണ് അയാൾ. ജിതേഷിന് സ്ഥാനം നഷ്ടമായപ്പോൾ റിങ്കു സിംഗ് സ്വാഭാവികമായും ടീമിലേക്ക് എത്തി. യാതൊരു കാരണവുമില്ലാതെയാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ അദ്ദേഹം പുറത്തായത്. ഗില്ലിനെ നിർബന്ധപൂർവ്വം ടീമിൽ കുത്തിക്കയറ്റിയപ്പോൾ സഞ്ജുവിന് സ്ഥാനം നഷ്ടമാവുകയും ഫിനിഷിംഗ് റോളിലേക്ക് ജിതേഷ് ശർമ്മ കടന്നു വരികയും ചെയ്തു. ആ കാരണം കൊണ്ട് തന്നെ റിങ്കു സിംഗിന് സ്ഥാനം നഷ്ടമായി. അകാരണമായി പ്രതിഷ്ഠിച്ച രാജകുമാറിനെ മാറ്റിയപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്യപ്പെട്ടു. സഞ്ജുവിനും റിങ്കുവിനും തങ്ങളുടെ സ്വാഭാവിക പൊസിഷനുകൾ തിരിച്ചു കിട്ടി എന്നതിനോടൊപ്പം ടീമിലെ അനാവശ്യമായ പരീക്ഷണങ്ങൾ കൂടി അവസാനിക്കപ്പെട്ടു. ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 15 പേർ ഇവരാണ്. ഓപ്പണർ സഞ്ജുവും അഭിഷേക് ശർമ്മയും, രണ്ടാം വിക്കറ്റ് കീപ്പറും ബാക്കപ്പ് ഓപ്പണറുമായി ഇഷാൻ കിഷാൻ. തുടർന്ന് തിലക് വർമ്മ, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, റിങ്കു സിംഗ് എന്നിവർ ബാറ്റിംഗിന് കരുത്തേകും. ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മത്സരം വിജയിപ്പിക്കാൻ ശേഷിയുള്ളവരാണ്. വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായി ടീമിൽ ഇടം പിടിച്ചു. ജസ്പ്രീത് ബുംറ, ഹർഷദീപ് സിംഗ്, ഹർഷിത് റാണ എന്നീ പേസ് ത്രയങ്ങൾ ബോളിംഗിൽ മായാജാലം കാട്ടുമെന്ന് പ്രതീക്ഷിക്കാം. സൂര്യകുമാർ യാദവിൻ്റെ ഫോം മാത്രമാണ് നിലവിൽ ഇന്ത്യയുടെ പ്രശ്നങ്ങളിലൊന്ന്. അതൊഴിച്ചു നിർത്തിയാൽ ടീം കോമ്പിനേഷനിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നും എടുത്തു പറയാനില്ല. ഓപ്പണിംഗ് സഖ്യം കൃത്യമായി റൺ കണ്ടെത്തുന്നതിൽ വിജയിച്ചാൽ പിന്നീട് വരുന്നവർക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനങ്ങൾ തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ ലോകകപ്പിൻ്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട കാര്യം, ഇന്ത്യൻ ടീമിൻ്റെ ഫിനിഷർ റോളിൽ റിങ്കുവിനെ വീണ്ടും കാണാൻ സാധിക്കുന്നത് മധ്യനിരയുടെ കരുത്ത് വർദ്ധിപ്പിക്കും. സമ്മർദ്ദഘട്ടങ്ങളിൽ പതറാതെ കളിക്കാനുള്ള റിങ്കുവിൻ്റെ കഴിവ് ലോകകപ്പ് പോലുള്ള വലിയ ടൂർണമെൻറ്റുകളിൽ ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാവും. വരുൺ ചക്രവർത്തിയുടെ മികച്ച ഫോം ടീമിന് ഏറെ പ്രതീക്ഷ നൽകുന്നു. ഹർഷദീപും ബൂമറയും താളം കണ്ടെത്തിയാൽ ഇന്ത്യക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. എല്ലാറ്റിനുമുപരി നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജുവിൻ്റെ പ്രകടനങ്ങൾ നമ്മൾ മലയാളികൾക്ക് സ്പെഷ്യൽ തന്നെയായിരിക്കും. അവിസ്മരണീയമായ ഒരു ലോകകപ്പും ടീമിലെ സ്ഥിരമായ സ്ഥാനവും കണ്ടെത്താൻ അദ്ദേഹത്തിന് ഈ കുറി സാധിക്കട്ടെ. തൻ്റെ കരിയറിലുടനീളം പ്രതിഭയുണ്ടായിട്ടും ടീമിൽ ഒരു സ്ഥിരതയില്ലാതെ അലയേണ്ടി വന്ന താരം ഇടയ്ക്ക് ടീമിന് പുറത്താക്കപ്പെട്ടപ്പോഴും ബാറ്റിംഗ് ഓർഡറിൽ താഴേക്ക് തള്ളപ്പെട്ടപ്പോഴും പലതവണ അവഗണിക്കപ്പെട്ടിരുന്നു. എന്നാൽ തൻ്റെ തകർപ്പൻ ഫോമിലൂടെയും തകർക്കാനാവാത്ത മനോവീര്യത്തിലൂടെയും സഞ്ജു എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് ടീമിൻ്റെ നെടുന്തുണായി മാറിയിരിക്കുകയാണ്. ഇന്ത്യക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അത് തൻ്റെ പ്രതിഭ ലോകത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള ഏറ്റവും വലിയ വേദിയായിരിക്കും. സഞ്ജുവിൻ്റെ ഈ മുന്നേറ്റം കാണുമ്പോൾ നമുക്ക് മറക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യമുണ്ട്. ശുഭ്മാൻ ഗില്ലിനെ ചുറ്റിപ്പറ്റി നടന്ന നാടകീയ സംഭവങ്ങൾ. ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത താരരാജകുമാരൻ എന്ന് വിശേഷിക്കപ്പെട്ട ഗില്ലിന്റെ ഫോമില്ലായ്മ അലട്ടുമ്പോൾ പോലും ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി അവരോധിച്ചിരുന്നു. സഞ്ജു സാംസൺ പുറത്തിരിക്കേണ്ടി വന്ന പല അവസരങ്ങളും ഗില്ലിന് അമിത പരിഗണന നൽകുകയും ഫോമില്ലാതിരുന്നിട്ടും ഓപ്പണിംഗിൽ അവസരങ്ങൾ വാരിക്കോരി നൽകുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. എന്നാൽ കാലമെല്ലാത്തിനും കണക്ക് ചോദിക്കും എന്നതുപോലെ നിരന്തരമായ ഫോമില്ലാത്ത പ്രകടനങ്ങൾ ഗില്ലിന് തിരിച്ചടിയായി. ഒടുവിൽ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാത്രമല്ല, ലോകകപ്പ് സ്ക്വാഡിൽ നിന്ന് തന്നെ അദ്ദേഹം പൂർണ്ണമായും പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഈ തീരുമാനം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പ്രകടനം മാത്രമാണ് മാനദണ്ഡമെന്ന കൃത്യമായ സന്ദേശമാണ് നൽകുന്നത് എന്നത് പോസിറ്റീവായ കാര്യമാണ്. സമ്പൂർണ്ണമായ ഒരു വിലയിരുത്തൽ നടത്തിയാൽ ഈ ഇന്ത്യൻ ടീം ഏതൊരു എതിരാളിയും ഭയപ്പെടുത്താൻ പോകുന്നതാണ്. സഞ്ജു സാംസന്റെ ഓപ്പണിംഗ് വെടിക്കെട്ടും സൂര്യകുമാറിൻ്റെ തന്ത്രപരമായ നായകത്വവും റിങ്കു സിംഗിൻ്റെ ഫിനിഷിങ്ങും ഒത്തുചേരുമ്പോൾ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ശുഭ്മാൻ ഗില്ലിൻ്റെ പുറത്താകലും അക്ഷർ പട്ടേലിൻ്റെ സ്ഥാനക്കയറ്റവും ടീമിന് പുതിയ ഊർജ്ജം നൽകുന്നു.
ഇന്ത്യയുടെ ബോളിംഗ് നിരയെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും മാരകമായ ഒരു ബോളിംഗ് യൂണിറ്റാണ് ഇത്തവണ ലോകകപ്പിനായി അണിനിരക്കുന്നത്. പേസ് ബോളിംഗിന്റെ നട്ടലായി ലോകോത്തര താരം ജസ്പ്രീത് ബൂംറ നയിക്കുമ്പോൾ ഡെത്ത് ഓവറുകളിൽ വൈദഗ്ധ്യവുമായി ഹർഷദീപ് സിംഗും വേഗത കൊണ്ട് എതിരാളികളെ വിറപ്പിക്കാൻ ഹർഷിത് റാണയും ഒപ്പമുണ്ട്. സ്പിൻ വിഭാഗത്തിലേക്ക് വരുമ്പോൾ മാന്ത്രിക ബോളിംഗുമായി കുൽദീപ് യാദവും അപ്രതീക്ഷിത തിരിച്ചുവരവ് നടത്തിയ വരുൺ ചക്രവർത്തിയും ഇന്ത്യൻ പിച്ചുകളിൽ ഏത് ബാറ്റിംഗ് നിരയും തകർക്കാൻ ശേഷിയുള്ളവരാണ്. കൂടാതെ വൈസ് ക്യാപ്റ്റൻ അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും കൃത്യതയാർന്ന ബോളിംഗിലൂടെ റൺസ് വിട്ടുകൊടുക്കാതെ സമ്മർദ്ദം ചെലുത്താൻ മിടുക്കരാണ്. ഹാർദിക് പാണ്ഡ്യയുടെ ഓൾറൗണ്ട് മികവ് കൂടി ചേരുന്നതോടെ ഏത് സാഹചര്യത്തിലും വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിയുന്ന സമ്പൂർണ്ണമായ ഒരു ബോളിംഗ് ആക്രമണ നിരയായി ഇന്ത്യ ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞു. സ്വന്തം മണ്ണിൽ നടക്കുന്ന ലോകകപ്പിൽ കിരീടം ഇന്ത്യയിൽ തന്നെ നിലനിർത്താൻ ഈ ടീമിന് കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ മലയാളി ചക്കൻ സഞ്ജു സാംസന്റെ മികച്ച പ്രകടനം ഈ ലോകകപ്പിൽ കാണാൻ നമുക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. കോടിക്കണക്കിന് ആരാധകരുടെ പ്രാർത്ഥനകൾ ഇനി ഈ 15 പേർക്കൊപ്പമാണ്. നമുക്ക് കാത്തിരിക്കാം 2026 ആ നീലക്കടൽ ആവേശം കാണാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും തീർച്ചയായിട്ടും പങ്കുവെക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.